അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയുന്ന ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ഉൾപ്പെടെയുള്ള യാത്രികരുടെ മടങ്ങിവരവ് വൈകുമെന്നും ഇവരെ മടക്കിക്കൊണ്ടുവരുന്നതിനുള്ള തീയതി നിശ്ചയിച്ചിട്ടില്ലെന്നും അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ ഏജൻസി നാസ അറിയിച്ചു. ബഹിരാകാശത്ത് കഴിയുന്ന സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവരുടെ മടക്കം സംബന്ധിച്ച് ആശങ്ക ഉയരുന്നതിനിടെയാണ് മടങ്ങിവരവ് ഇനിയും വൈകുമെന്ന് നാസ അറിയിച്ചിരിക്കുന്നത്. ബോയിങ്ങിന്റെ ആദ്യത്തെ സ്റ്റാർലൈനർ ദൗത്യത്തിലാണ് സുനിത ബഹിരാകാശത്തേക്ക് പോയത്. ഒരാഴ്ച മുമ്പ് തിരിച്ചെത്തും എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇതിനിടെ സുനിതയും സഹയാത്രികൻ ബുച്ച് വിൽമോറും ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത പേടകമായ ബോയിങ് സ്റ്റാർലൈനറിന് നിരവധി തകരാറുകൾ നേരിടേണ്ടി വന്നതിനെ തുടർന്നാണ് ഇത്. എന്നിരുന്നാലും സുനിതയും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സുരക്ഷിതരാണെന്ന് നാസ അധികൃതർ വ്യക്തമാക്കി. സ്റ്റാർലൈനറിന് ഹീലിയം ചോരുന്ന പ്രശ്നം പലതവണ ഉണ്ടായതിനാൽ വിക്ഷേപണം നീണ്ടുപോയിരുന്നു. ഇപ്പോൾ നാസയും ബോയിങ്ങും പ്രശ്നം ആഴത്തിൽ പരിശോധിക്കുകയാണെന്നാണ് വിശദീകരണം. ബോയിങ് സ്റ്റാർലൈനർ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന് അരികിലെത്തിയപ്പോൾ പേടകത്തിൽ നിന്ന് ഹീലിയം വാതക ചോർച്ചയുണ്ടായി. ചില യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയാതിരുന്നത് ദൗത്യം ദുഷ്കരമാക്കിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമേ തിരിച്ചുവരവുണ്ടാകൂ എന്ന് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതി മാനേജർ സ്റ്റീവ് സ്റ്റിച്ച് അറിയിച്ചു. ബഹിരാകാശത്തേക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ യാത്രികരെ എത്തിക്കുന്ന പരീക്ഷണ ദൗത്യത്തിന്റെ ഭാഗമായി ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിന്റെ കന്നി യാത്രയിലാണ് ഇരുവരും ജൂൺ 5-ന് ISS-ൽ എത്തിച്ചേർന്നത്. 10 ദിവസത്തെ ദൗത്യമാണ് നിശ്ചയിച്ചിരുന്നതെങ്കിലും 2 തവണയായി മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു. ജൂൺ 14-നായിരുന്നു ആദ്യ മടക്കയാത്ര നിശ്ചയിച്ചിരുന്നത്. പിന്നീട് ഇത് ഒഴിവാക്കി ജൂൺ 26 എന്ന പുതിയ തീയതി നാസ നിശ്ചയിച്ചു. എന്നാൽ ഇതും മാറ്റിവെച്ചു. അതേസമയം ബഹിരാകാശത്തേക്കുള്ള തന്റെ 3ാമത്തെ ദൗത്യത്തിൽ സുനിത വില്യംസിന് ബഹിരാകാശത്ത് ഏകദേശം 1 മാസത്തോളം തങ്ങേണ്ടി വന്നേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു. ബോയിങ് സ്റ്റാർലൈനറിന്റെ 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണത്തിന് പ്രശ്നങ്ങളുണ്ട്. കൂടാതെ ബഹിരാകാശ പേടകത്തിൽ 5 ഹീലിയം ചോർച്ചയുണ്ടായി. സുരക്ഷിതമായ തിരിച്ചുവരവിന് കുറഞ്ഞത് 14 ത്രസ്റ്ററുകൾ ആവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. ജൂൺ 15-ന് ത്രസ്റ്ററുകൾ പവറപ്പ് ചെയ്ത ശേഷം മിക്ക പ്രശ്നങ്ങളും ഭാഗികമായെങ്കിലും പരിഹരിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഹാർമണി മോഡ്യൂളിന്റെ പരിമിതമായ ഇന്ധനക്ഷമത കാരണം സ്റ്റാർലൈനറിന് 45 ദിവസത്തേക്ക് മാത്രമേ ഡോക്ക് ചെയ്തിരിക്കാൻ കഴിയൂ. നിലവിൽ 18 ദിവസം കഴിഞ്ഞു. ഇനി 27 ദിവസത്തേക്കുള്ള ഇന്ധനം മാത്രമാണ് ശേഷിക്കുന്നത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ അപകടകാരിയായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന റിപ്പോർട്ടിനു പിന്നാലെയാണ് ദൗത്യം നീട്ടിവച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ബഹിരാകാശ നിലയത്തിലെ സഞ്ചാരികൾക്ക് എക്സ്ട്രാ വെഹിക്കുലാർ ആക്ടിവിറ്റി തയ്യാറാക്കാനും നടപ്പിലാക്കാനും അധിക സമയം ആവശ്യമായതിനാലാണ് യാത്ര നീട്ടിയതെന്നാണ് ഔദ്യോഗിക ഭാഷ്യം. ഇരുവരുടെയും മടക്കയാത്രയുടെ തീയതി ഇനിയും നിശ്ചയിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസ അറിയിച്ചു. ബഹിരാകാശ പേടകം പുറപ്പെടുന്നതിനു മുമ്പ് നാസ ഉദ്യോഗസ്ഥർ തെക്കുപടിഞ്ഞാറൻ US-ലെ ലാൻഡിംഗ് സ്ഥലങ്ങളുടെ കാലാവസ്ഥാ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും അറിയിച്ചു. പേടകത്തിലെ പിൻഭാഗത്തെ 8 ത്രസ്റ്ററുകളിൽ 7 എണ്ണം പ്രവർത്തിക്കുന്നതടക്കം ഹോട്ട് ഫയർ ടെസ്റ്റ് ഈ ദിവസത്തിലാകും നടക്കുക. കൂടാതെ സുരക്ഷിതമായി തിരിച്ചിറങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിശോധനയും പരീക്ഷണവും ഇതേ ദിവസങ്ങളിൽ നടക്കും. നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർലൈനറിന് വേണ്ടി നടത്തുന്ന ആദ്യ പരീക്ഷണ യാത്ര കൂടിയാണ് ഇത്. വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്റ്റാർലൈനർ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാസയോടൊപ്പം ചേർന്ന് ഇത്തരമൊരു പരീക്ഷണം നടത്തുന്നത്. ബഹിരാകാശത്തേക്കുള്ള പരീക്ഷണ ദൗത്യത്തിൽ പേടകം പറത്തുന്ന ആദ്യ വനിതയാണ് സുനിത. നിലവിൽ 322 ദിവസം സുനിത ബഹിരാകാശത്ത് ചെലവഴിച്ചിട്ടുണ്ട്. US നേവൽ അക്കാദമിയിൽ പഠിച്ചിറങ്ങിയ സുനിത 1998-ലാണ് നാസയുടെ ബഹിരാകാശ സഞ്ചാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സുനിതയുടെ 3ാമത്തെ ബഹിരാകാശ യാത്രയാണ് ഇത്.